UDF തരംഗമെന്ന എക്സിറ്റ് പോൾ ഫലം പുറത്തുവന്നതോടെ കാസർഗോഡ് ജില്ലയിലും വലിയ ആത്മവിശ്വാസത്തിൽ UDF കേന്ദ്രങ്ങൾ. മിക്ക സർവേകളും ജില്ലയിൽ 2 മുതൽ 4 സീറ്റ് വരെ UDFന് ലഭിക്കുമെന്നാണ് പ്രവചിച്ചിട്ടുള്ളത്. അതേസമയം സർവേ തള്ളി LDF. സംസ്ഥാനത്ത് UDF തരംഗമെന്ന രീതിയിൽ എക്സിറ്റ് പോൾ ഫലം പുറത്തു വരുന്നതോടെ കാസർഗോഡ് ജില്ലയിലെ UDF കേന്ദ്രങ്ങൾ വലിയ ആത്മവിശ്വാസത്തിലാണ്. മിക്ക സർവേകളും ജില്ലയിൽ 2 മുതൽ 4 സീറ്റ് വരെ UDFന് ലഭിക്കുമെന്നാണ് പ്രവചിച്ചിട്ടുള്ളത്. തങ്ങളുടെ വിജയപ്രതീക്ഷകളെ സാധൂകരിക്കുന്നതാണ് എക്സിറ്റ് പോൾ ഫലങ്ങളെന്ന് UDF നേതാക്കൾ വ്യക്തമാക്കുന്നു. വോട്ടെണ്ണലിന് ഇനി 4 ദിവസം മാത്രം ബാക്കി നിൽക്കെ ഇത് സംബന്ധിച്ച ചൂടേറിയ ചർച്ചകളാണ് കാസർഗോഡ് ജില്ലയിൽ മുന്നണികൾക്കിടയിൽ നടക്കുന്നത്. SIRലൂടെ വോട്ടർ പട്ടികയിൽ വന്ന മാറ്റം, വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണം, പോളിംഗ് ശതമാനത്തിലെ വർധന തുടങ്ങിയവയൊക്കെ LDF, UDF, NDA മുന്നണി സ്ഥാനാർത്ഥികളുടെയും നേതാക്കളുടെയും നെഞ്ചിടിപ്പ് കൂട്ടുന്നതാണ്. മഞ്ചേശ്വരം, കാസർഗോഡ് മണ്ഡലങ്ങൾ നിലനിർത്തുകയും ഉദുമ, തൃക്കരിപ്പൂർ മണ്ഡലങ്ങൾ LDFൽ നിന്നും പിടിച്ചെടുക്കുകയും ചെയ്യുമെന്ന ആത്മവിശ്വാസമാണ് UDF പങ്കുവയ്ക്കുന്നത്. കാഞ്ഞങ്ങാട്ട് വോട്ട് നില മെച്ചപ്പെടുത്തുമെന്നും അവർ പറയുന്നു. എന്നാൽ നിലവിൽ കൈവശമുള്ള ഉദുമ, കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ മണ്ഡലങ്ങൾ നിലനിർത്തുമെന്നും മഞ്ചേശ്വരത്തും കാസർഗോട്ടും നില മെച്ചപ്പെടുത്തുമെന്നുമുള്ള ഉറപ്പിലാണ് LDF. മഞ്ചേശ്വരം, കാസർഗോഡ് മണ്ഡലങ്ങളിലാണ് NDAയുടെ പ്രതീക്ഷ. AK അഷ്റഫിന്റെ കഴിഞ്ഞ തവണത്തെ 745 വോട്ടുകളുടെ നേരിയ ഭൂരിപക്ഷം മുസ്ലിം ലീഗിന്റെ കേഡർ വോട്ടുകൾക്കും മുന്നണി വോട്ടുകൾക്കും പുറമെ നിഷ്പക്ഷ വോട്ടുകളും നേടി ഉയർത്താനാകുമെന്ന പ്രതീക്ഷയാണ് UDF പങ്കുവയ്ക്കുന്നത്. ഇത്തവണ വോട്ടർ പട്ടികയിൽ നടന്ന ശുദ്ധീകരണം UDFന് ഗുണകരമാകുമെന്ന് അവർ വിശ്വസിക്കുന്നു. 4ാം തവണയും മണ്ഡലത്തിൽ ഭാഗ്യം പരീക്ഷിക്കുന്ന K സുരേന്ദ്രൻ ഇക്കുറി വിജയിച്ചു കയറുമെന്നാണ് BJP പ്രതീക്ഷ. BJP അനുകൂല വോട്ടുകളുടെ പരമാവധി ഏകീകരണവും ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ പിന്തുണയും K സുരേന്ദ്രന് നിർണായകമാണ്. LDFലെ KR ജയാനന്ദ പിടിക്കുന്ന വോട്ടുകൾ മണ്ഡലത്തിലെ UDF, LDF സ്ഥാനാർത്ഥികളുടെ ജയപരാജയങ്ങളിൽ നിർണായകമാകും. മഞ്ചേശ്വരത്ത് വോട്ട് വിഹിതം കൂടുമെന്നാണ് LDFന്റെ പ്രതീക്ഷ. എന്നെ നെല്ലിക്കുന്ന് മാറിയ സാഹചര്യത്തിൽ സംഘടനാ കരുത്ത് തെളിയിക്കേണ്ട പോരാട്ടമായാണ് കാസർഗോഡ് മണ്ഡലത്തിലെ പോരാട്ടത്തെ മുസ്ലിം ലീഗ് കാണുന്നത്. ഭൂരിപക്ഷത്തിൽ ഇടിവുണ്ടാകാതെ നോക്കുക എന്നതാണ് UDFലെ കലക്ടർ മാഹിൻ ഹാജിയുടെ മുന്നിലുള്ള പ്രധാന വെല്ലുവിളി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തകർപ്പൻ പ്രകടനം നിയമസഭയിലും ആവർത്തിക്കുവാനാണ് NDAയിലെ ML അശ്വിനി ശ്രമിക്കുന്നത്. കാസർഗോഡ് നഗരസഭ ഒഴികെ മണ്ഡലത്തിലെ NDA സ്വാധീന മേഖലകളിലാണ് ഇവരുടെ പ്രതീക്ഷ. LDFന് വേണ്ടി പതിവായി INL മത്സരിച്ചിരുന്ന കാസർഗോഡ് മണ്ഡലത്തിൽ ഇടതു സ്വതന്ത്രനായുള്ള വരവിൽ വോട്ട് വിഹിതം കൂട്ടാമെന്ന പ്രതീക്ഷയിലാണ് ഷാനവാസ് പാദൂർ. അദ്ദേഹം അധികമായി പിടിക്കുന്ന വോട്ട് UDF സ്ഥാനാർത്ഥിയുടെ വിജയ സാധ്യതയെ ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. ഉദുമയിലേക്ക് വരുമ്പോൾ സിറ്റിംഗ് MLA എന്ന നിലയിലുള്ള വ്യക്തിബന്ധങ്ങളും വികസന നേട്ടങ്ങളും LDFലെ CH കുഞ്ഞമ്പുവിന് അനുകൂലമാണ്. വോട്ടുകൾ പാർട്ടി ഭേദമന്യേ സമാഹരിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന പ്രതീക്ഷയിലാണ് LDF. UDF വോട്ടുകൾ കൃത്യമായി പെട്ടിയിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന ആത്മവിശ്വാസത്തിലാണ് UDFലെ K നീലകണ്ഠൻ. ചില അടിയൊഴുക്കുകളും വോട്ടുകളുടെ ഏകീകരണവും നീലകണ്ഠൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് ഫലം പ്രവചനാതീതമാക്കുന്നു. വോട്ട് വിഹിതം മെച്ചപ്പെടുത്തുവാനാകുമെന്നാണ് NDAയിലെ മനുലാൽ മേലത്ത് പ്രതീക്ഷിക്കുന്നത്. LDFന്റെ ഉറച്ച സീറ്റാണ് കാഞ്ഞങ്ങാട്. ഇവിടെ ഭരണവിരുദ്ധ വികാരം ബാധിക്കാതിരിക്കുവാൻ താഴേത്തട്ടിൽ ശക്തമായ പ്രവർത്തനം നടന്നിട്ടുണ്ട്. ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഗോവിന്ദൻ പള്ളിക്കാപ്പലിന്റെ പ്രാദേശിക സ്വീകാര്യത ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുവാൻ സഹായിച്ചേക്കും. UDF കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് നൽകിയ സീറ്റിൽ മുന്നണി പ്രവർത്തകരുടെ സജീവ സഹകരണം എത്രത്തോളം ഉണ്ടായെന്നത് വിജയസാധ്യതയിൽ നിർണായകമാകും. സ്ഥാനാർത്ഥി ഷൈജി ഓട്ടപ്പള്ളി മികച്ച പ്രകടനമാണ് മണ്ഡലത്തിൽ കാഴ്ചവെച്ചത്. വോട്ട് വിഹിതം മെച്ചപ്പെടുത്തുവാനാകുമെന്ന പ്രതീക്ഷയിലാണ് NDA സ്ഥാനാർത്ഥി ബൽരാജ്. CPMന്റെ ഉരുക്കുകോട്ടയായ തൃക്കരിപ്പൂരിൽ LDFലെ VPP മുസ്തഫ വലിയ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നു. UDF സ്ഥാനാർത്ഥിയായുള്ള സന്ദീപ് വാര്യരുടെ വരവ് മണ്ഡലത്തിന് പുറത്തും അകത്തും വലിയ ചർച്ചയായിട്ടുണ്ടോ? മുന്നണികൾക്ക് അതീതമായി വോട്ടുകൾ സന്ദീപിന് ലഭിച്ചേക്കുമോ എന്ന കാര്യം ചർച്ചയാകുന്നുണ്ട്. അതിനാൽ തന്നെ തൃക്കരിപ്പൂരിലെ ഫലം പ്രവചനാതീതമാണ്. NDA സ്ഥാനാർത്ഥി 2020ലെ രവി കുളങ്ങരയും വോട്ട് വിഹിതം കൂടുമെന്ന പ്രതീക്ഷയിലാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.